എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഞാൻ ഗോൾഡൻ വെൽ, എറണാകുളം എടപ്പള്ളി സ്വദേശി. ഇന്ന് ഈ സൂമിൽ MC ആകാൻ സാധിച്ചതിൽ എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രിയരെ, സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തെ ഭയന്ന് ഒരിക്കലും തീരുമാനങ്ങൾ മാറ്റരുത്. കാരണം സമൂഹം നമുക്ക് ഉപദേശങ്ങളാണ് നൽകുന്നത്. ബട്ട് ചോറ് തരില്ല. നമ്മുടെ ചോർ ഈ ബയോട്ടേറിയം കമ്പനിയിലൂടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ വീട്ടിലോട്ടുള്ള ഓരോ അന്നത്തിനുള്ള ഒരു വരുമാനം നമ്മൾ കണ്ടെത്തുന്നത്. എങ്കിൽ നമ്മുടെ അറിവിന് വേണ്ടി നമ്മൾ എവിടുന്നേക്കോ നമുക്ക് അറിവുകൾ ശേഖരിക്കാൻ പറ്റുന്നോ അതെല്ലാം നമ്മൾ ശേഖരിക്കുക. അതൊരു പുസ്തകത്തിൽ എഴുതി വെക്കുക. ഓരോ അറിവും വിലപ്പെട്ടതാണ്. നമുക്ക് എപ്പോഴും നമ്മളുടെ മനസ്സിൽ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള അറിവുകൾ തക്ക സമയത്ത് നമുക്ക് വരണമെന്നില്ല. അപ്പൊ നമ്മളുടെ ഓരോ അറിവുകളും നമുക്ക് വിലപ്പെട്ടതാണ്. ഒരു നോട്ട്ബുക്കും പേനയുമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സൂം നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നേടിത്തരുന്ന ഒരു സെക്ഷനാണ്. ഇന്ന് നമുക്ക് അതിനുള്ള ഞാൻ പകർന്നു തരുന്നത് ശശിധരൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥരായിട്ട് സേവനമനുഷ്ഠിക്കുകയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വേണ്ടിയിട്ടും ടീമിന് വേണ്ടിയിട്ടും ട്രെയിനിങ് സെക്ഷൻ കൊണ്ടിരുന്ന ഒരു സാറാണ്. അതുകൂടാതെ അദ്ദേഹത്തിന് നിരവധി കഴിവുകളുണ്ട്. കവിയും സിനിമാ ഗാന രചയിതാവും പൊതുപ്രവർത്തകനും പൊളിറ്റിക്സും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഫാമിലി സൈക്കോളജി കൗൺസിലിംഗ് അതുകൂടെ അതിൽ മാഗ്നറ്റ് തെറാപ്പിയിലും PG ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ അക്യുപങ്ക്ചർ, അക്യുപ്രഷർ, ജിംഷിഡോ, സുജോക്ക്, ടച്ച് തെറാപ്പി എന്നീ മേഖലകളിൽ ഒരുപാട് ജ്ഞാനമുണ്ട്. അദ്ദേഹമാണ് ഇന്നത്തെ നമ്മളുടെ ഈ 1 hour സെക്ഷൻ നമുക്ക് അറിവുകൾ പകർന്നു തരുന്നതിന് കൈകാര്യം ചെയ്യുന്നത്. ഇന്നേ സൂമിലുള്ള ഓരോ ബിസിനസ് പാർട്ട്നേഴ്സിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ശശിധരൻ സാറിനെ വെൽക്കം ചെയ്യുന്നു. ഡിയർ ലീഡേഴ്സ്, നമ്മളുടെ സാറ് ഇന്നത്തെ സെക്ഷൻ അറിയാം. പക്ഷെ സാറിന് ഇതില് കയറാൻ പറ്റുന്നില്ല. എന്തായാലും വളരെ കുറച്ച് അറിവുകൾ മാത്രമേ ഈ ഒരു മേഖലയെ പറ്റി എനിക്കും അറിയാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 17 മിനിറ്റ് ആയി. ബാക്കി മനോജ് സാറ് ഡീൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ രാജ്യത്തും വിദേശ രാജ്യത്തും അനേകതരം ചികിത്സാ രീതികൾ ഉണ്ട്. അത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആധുനിക വൈദ്യശാസ്ത്രം ഇന്നത്തെ രീതിയിൽ വളരുന്നതിന് മുൻപ് പ്രയോഗിക്കപ്പെട്ടിരുന്ന പ്രാണി ഹീലിംഗ്, ടച്ച് തെറാപ്പി, ആധുനിക ചികിത്സാ രീതിയിൽ ഹിപ്പോക്രാറ്റിസ് പറഞ്ഞത് ഔഷധമാണ് ആഹാരം,
അല്ലെങ്കിൽ ആഹാരമാണ് ഔഷധം എന്നാണ്. ഇത് പറഞ്ഞ ഹിപ്പോക്രാറ്റീസ് എന്ന സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ തന്നെയാണ് കാന്തചികിത്സയെ പറ്റി പഠിക്കുകയും അംഗീകാരം നൽകാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ളത്. നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ചൈനയിലും മറ്റ് വിവിധ രാജ്യങ്ങളിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാരും സയന്റിസ്റ്റുകളും പഠിക്കുകയും ഇതിനു വേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ഈ ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് രോഗമുക്തി ഉണ്ടാകാൻ സാധിക്കുമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സമ്മതിച്ചിട്ടുള്ളതാണെന്നും ഹിപ്പോക്രാറ്റീസ് എന്ന ആ ഒരു വ്യക്തിത്വത്തിലൂടെ ഈ കോടാനുകോടി ജനങ്ങളിലോട്ട് കാന്തചികിത്സ എന്ന ഒരു ചികിത്സാ സമ്പ്രദായം കടന്നു വരുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. എന്താണ് മാഗ്നറ്റ് തെറാപ്പി അഥവാ കാന്തചികിത്സ? കുറെ അധികം രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത സ്വയം പഠിച്ച് ചികിത്സിക്കാം എന്നതാണ്. ഇതിന്റെ വളരെ മറ്റു ചികിത്സാ സമ്പ്രദായത്തിനേക്കാളും നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഏതൊരു വ്യക്തിക്കും കാന്തചികിത്സയെ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചികിത്സിക്കുകയും മറ്റൊരു വ്യക്തിയെ ചികിത്സിക്കാനും സാധിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ബയോട്ടേറിയം ഒരു കമ്പനിയിൽ കൂടി നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം ഇതാണ്. ഈ മാഗ്നറ്റ് അഥവാ നിയോഡൈമിയം മാഗ്നറ്റ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ നിയോഡൈമിയം മാഗ്നറ്റ് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയും നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പരീക്ഷിച്ച് നമ്മളുടെ ബോഡിയിലെ നല്ല ആരോഗ്യത്തോടുകൂടി ആകുന്നതിനോ അതിന് ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഈ സമൂഹത്തിലെ ഒരുപാട് അസുഖങ്ങളുള്ള ആളുകളിലോട്ട് ഈ ഒരു പ്രകൃതി ചികിത്സ, ഈ കാന്ത ചികിത്സ നമ്മൾ എത്തിക്കുകയും ചെയ്യുന്നു. അതാണ് അലോപ്പതി അല്ലെങ്കിൽ മറ്റ് ആയുർവേദ ചികിത്സയിൽ നിന്നുമെല്ലാം നമ്മളുടെ ഈ കാന്ത ചികിത്സയെ വേറിട്ട് കാണുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഏതൊരു വ്യക്തിക്കും ഈ കാന്ത ചികിത്സ പഠിച്ചിട്ട് നല്ല രീതിയിൽ അത് എല്ലാരെയും സഹായിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വിവിധ തരം ശക്തികളുള്ള കാന്തങ്ങളുണ്ട്. നിങ്ങൾക്കും ചികിത്സകനാകാം എന്ന ഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി നല്ലൊരു പുസ്തകം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ അതേപ്പറ്റി പരിശോധിച്ചാൽ നമുക്ക് ഏതൊരു വ്യക്തിക്കും ഒരു കാന്ത ചികിത്സയെ പറ്റിയിട്ടുള്ള ഒരുപാട് നോളജുകൾ ലഭിക്കുന്നതാണ്. ആ പുസ്തകത്തിന്റെ പേരാണ് നിങ്ങൾക്കും ചികിത്സകനാകാം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ആരോഗ്യം വിരൽത്തുമ്പിൽ എന്ന പുസ്തകത്തിലും കാന്ത ചികിത്സയെ പറ്റി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പരാമർശമുണ്ട്. എല്ലാ ചികിത്സകളിലും ഉള്ളത് മൊത്തത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ്. ഭൂമി ഒരു കാന്തം പോലെയാണ് ആദ്യം മനസ്സിലാക്കിയത്. വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ് എങ്ങനെയാണ് അത് ഭൂമി ഒരു കാന്തം എന്ന് മനസ്സിലാക്കിയതെന്ന് ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ ആദ്യം ഭൂവൽക്കം, മാൻഡിൽ, പുറങ്കാമ്പ്, അകങ്കാമ്പ് എന്നുള്ള 4 തട്ടുകളിലായിട്ടാണ് ഈ കാന്തത്തെ ഭൂമിയുടെ ഓരോ തട്ടുകളിലായിട്ട് രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ ഈ ഗ്രന്ഥങ്ങളിൽ നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതേപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഓരോ പോയിന്റുകളും ഞാൻ നോട്ട് ചെയ്ത് വച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അറിവാണ് ഞാൻ ഈ നിമിഷം
പറയുന്നത്. ഈ ഗ്രന്ഥങ്ങളെ പറ്റി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതാണ്. ഇതിൽ ഖരരൂപത്തിൽ ഉള്ള അകക്കാമ്പിൽ നടക്കുന്ന റേഡിയോ ആക്ടിവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന താപവികിരണം മൂലം അയേണും നിക്കലും അടങ്ങുന്ന ദ്രവ രൂപത്തിലുള്ള പുറങ്കാമ്പിൽ സംഭരണം നടക്കുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തിൽ ഭൂമി ഒരു കൂറ്റൻ ബാർകാന്തം പോലെ പ്രവർത്തിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു സയൻസ് എന്നാണ് ആ ഒരു ബുക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവ ഭൂമി ശാസ്ത്ര വടക്കിനോടും ഉത്തര ധ്രുവ ഭൂമിശാസ്ത്ര തെക്കിനോടും ചേർന്ന് കിടക്കുന്നു. ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങളും ഭൂമിശാസ്ത്ര ധ്രുവങ്ങളും 11 ഡിഗ്രിയിലാണ്. ഒരു കാന്തം പോലെ ആയതുകൊണ്ട് മാഡം എക്സ്ക്യൂസ് മീ, സോറി, ശശിധരൻ സാറിന്റെ ഫോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ സാറേ. ശശിധരൻ സാറേ, വെൽക്കം സാർ, പ്ലീസ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ 10-20 മിനിറ്റ് നഷ്ടമായി പോയി. മനഃപൂർവ്വമല്ല, എങ്കിലും ഞാൻ എല്ലാവരോടും ഖേദമറിയിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ശുഭദിനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് കിടക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തില് നമ്മുടെ തങ്കമണി മാഡം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന്റെ വശത്തേക്ക് പോകുന്നില്ല, സമയക്കുറവുള്ളത് കൊണ്ട്. എന്താണ് മാഗ്നറ്റിസം, അതും നമ്മുടെ ശരീരവുമായിട്ട് എന്താണ് ബന്ധം, ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ തുടങ്ങുന്നത്. നമ്മൾ മനുഷ്യ ശരീരം എന്നല്ല, ജന്തുക്കളുടെ എല്ലാം ശരീരം പ്രത്യേകം രൂപകൽപ്പനയിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ശരീരത്തില് നമ്മൾ കാണുന്ന ബാഹ്യമായിട്ടുള്ള അവയവങ്ങളും ഒപ്പം നമ്മൾ കാണാത്ത അനേകം ആന്തരിക അവയവങ്ങളുമുണ്ട്. ഇവയെല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണ്, സെല്ലുകൾ കൊണ്ടാണ്. ഓരോ സെല്ലും യഥാർത്ഥത്തിൽ നമ്മൾ അനാട്ടമി പഠിക്കുമ്പോൾ ഓരോ സെല്ലും യഥാർത്ഥത്തിൽ വലിയ ഫാക്ടറികളാണ് എന്നാണ് പഠിപ്പിക്കുക. അനേകം രാസപ്രവർത്തനങ്ങൾ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന കോശങ്ങളുടെ സമൂഹമാണ് നമ്മുടെ ശരീരം എന്ന് പറയും. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ശരീരത്തിലൂടെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പവറിലൂടെയാണ്. നമുക്കറിയാം, വൈദ്യുതിയുടെ ഉൽപാദനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റിസം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. നമ്മുടെ തലച്ചോറിൽ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗം ഈ ശരീരത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു ആണവ നിലയം പോലെയാണ്. ക്രമമായ രീതിയിൽ വിവിധ അവയവങ്ങളിലേക്ക്, അവയുടെ കോശങ്ങളിലേക്ക് വൈദ്യുത പ്രവാഹം കൃത്യമായ അളവിൽ എത്തിക്കുന്ന പ്രവർത്തനമാണ് ഹൈപ്പോതലാമസിലൂടെ നടക്കുന്നത്. അത് നമ്മുടെ ഞരമ്പുകളിലും നാഡികളിലും വഴി സഞ്ചരിക്കുകയും അവയവങ്ങളെ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുകയാണ്. എന്നാൽ കോശങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഓക്സിജനും ജലവും എൻസൈമുകളും അത്യാവശ്യമാണ്. കഴിക്കുന്ന ആഹാരത്തിലൂടെ എൻസൈമുകൾ കിട്ടും, ശ്വസിക്കുന്ന വായിലൂടെ ഓക്സിജൻ കിട്ടും, കുടിക്കുന്ന വെള്ളത്തിലൂടെ ജലവും കിട്ടും. ഈ വ്യവസ്ഥ ശരിയായ രീതിയിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആരോഗ്യകരമായി വർത്തിക്കാൻ കഴിയുന്നത്. അല്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് ആരോഗ്യപരമായി
ക്രമമായ രീതിയിൽ ശരീരം പ്രവർത്തിക്കാതെ വരികയും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ജലവും എൻസൈമുകളും ഓക്സിജനും വേണ്ടത്ര അളവിൽ കോശങ്ങളിൽ എത്തപ്പെടാതെ വരുന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ എനർജി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും നെർവ്സിലോ വെയിൻസിലോ മസിൽസിലോ എവിടെയെങ്കിലും തടസ്സം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ പ്രവർത്തനത്തിൽ തടസ്സം വരികയും എവിടെയാണോ കൂടുതൽ തടസ്സം വരുന്നത് അത് ഏത് അവയവത്തെ ആണോ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുകയും ആ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രോഗത്തിന് അനേകം പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നു. ഇതാണ് ചുരുക്കത്തിൽ പറയുന്നത്. അപ്പോ നമുക്ക് അസുഖം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും അവയവങ്ങളിൽ തടസ്സം വരുമ്പോഴാണ്. ആ അവയവത്തിന്റെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ ക്രമമായ രീതിയിൽ നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് അസുഖം ഉണ്ടാവുക. അപ്പൊ ആയുർവേദവും ഹോമിയോയും മറ്റു സമാന്തര ചികിത്സ വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്ന മറ്റു ചികിത്സാ സമ്പ്രദായങ്ങളും പറയുന്നത് രോഗത്തിന്റെ കാരണം ഒന്നേ ഉള്ളൂ, അത് ശരീരത്തില് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. മൈക്രോ ലെവലിൽ നമ്മൾ പരിശോധിച്ചാൽ അത് തന്നെയാണ് നമുക്ക് ബോധ്യം വരുന്നത്. എന്നാൽ അലോപ്പതി അങ്ങനെ പറയുന്നില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് ആയുർവേദം ഉൾപ്പെടെയുള്ള സമാന്തര ചികിത്സാ സമ്പ്രദായങ്ങൾക്കും അലോപ്പതി ആധുനിക വൈദ്യശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, എവിടെങ്കിലും വരുന്ന തടസ്സത്തെ അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന പുറമേ കാണുന്ന രോഗത്തെ ചികിത്സിക്കലാണ് ആധുനിക വൈദ്യശാസ്ത്രം ചെയ്യുന്നത്. രോഗിയെ അല്ല ചികിത്സിക്കുന്നത്. മറിച്ച് ആയുർവേദം, യുനാനി, അക്യുപ്രഷർ, ജിൻഷിൻഡോ, സുജോക്ക്, അക്യുപഞ്ചർ, കാന്തിക ചികിത്സ തുടങ്ങിയുള്ളത്. ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് നമ്മുടെ തങ്കമണി മാഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുള്ളത്, ശരീരത്തിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന, നിയന്ത്രിക്കാൻ കഴിയുന്ന നമ്മുടെ ഭക്ഷണവും നമ്മുടെ ദൈനംദിന പ്രവൃത്തികളും നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ ഒരു രോഗവും വരില്ല എന്നാണ്. പ്രത്യേക മരുന്ന് കഴിക്കാതെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളെ ശരീരത്തിന് തന്നെ സ്വയമേവ അത് ദൂരീകരിക്കാൻ കഴിയും എന്നാണ്. മരുന്ന് യഥാർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ അല്ലെങ്കിൽ കോശങ്ങളെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ ഉത്തേജിപ്പിക്കുക എന്നത് മാത്രമാണ് മരുന്ന് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ക്യൂർ ആക്കുന്ന ശക്തി നമ്മുടെ ജീനിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ സ്വയമേവയുള്ള ശക്തി തന്നെയാണ് നമ്മളെ രോഗമുക്തരാക്കുന്നത് അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്. അതിനുള്ള പ്രതിരോധ ശേഷിയും നമ്മുടെ ശരീരത്തിന് സ്വയമേവ ഉണ്ട്. അത് നഷ്ടപ്പെടുത്താതെ മുമ്പോട്ട് പോകുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്ന കാര്യം. ഇനി നമ്മൾ ചെയ്യുന്ന ഈ ബയോട്ടോറിയം ചെയ്യുന്ന മാഗ്നറ്റിക് തെറാപ്പി, ഇത് ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ ഈ കമ്പനി കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ MD മഹാനായ സാഗർ ജോഷി സാറ് കണ്ടെത്തിയതല്ല. ഇത് ക്രിസ്തുവിനു മുൻപ് ഏതാണ്ട് 1000-1200 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ മാഗ്നറ്റിക് തെറാപ്പി, അതായത് കാന്തത്തിന് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുകയും ഇത് പ്രയോഗിക്കപ്പെടുകയും ചെയ്തിരുന്നു. പണ്ടുകാലത്ത് ഇലക്ട്രോമാഗ്നറ്റിക് കൃത്രിമമായി ഉണ്ടാക്കുന്ന
കാന്തങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിരുന്ന കാന്തത്തിന്റെ കല്ലുകൾ കൊണ്ട് പല വിധത്തിലുള്ള വേദനകൾക്കും അസുഖങ്ങൾക്കും ചികിത്സ നടത്തിയിരുന്നു. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇത് പ്രധാനമായും ഈ ചികിത്സാ സമ്പ്രദായം ഉയർന്നു വന്നത് ചൈനയിൽ നിന്നാണ്. ഏതാണ്ട് ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഇത്. അവര് ഈ കാന്തത്തെ വിളിച്ചിരുന്ന ലോഡ് സ്റ്റോൺ എന്നായിരുന്നു. സ്വാഭാവിക കാന്തമാണ്. അവിടുന്ന് ഗ്രീക്കിലേക്ക് വരുമ്പോ ഹിപ്പോക്രാറ്റസിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം തന്നെ കാന്ത ചികിത്സ, കാന്തത്തിന് ശരീരത്തിന്റെ വേദന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ സ്വാധീനിക്കാനും വേദന ഇല്ലാതാക്കാനും കഴിയും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. നമ്മുടെ ഇന്ത്യയില് ആയുർവേദം നമുക്കറിയാം. ആയുർവേദം 10,000-3000 വർഷങ്ങൾക്ക് മുമ്പുള്ള, അതിനു മുമ്പുള്ള ആയുർവേദ ചികിത്സ, അതിന്റെ ഇപ്പോ വിവിധ വിഭാഗങ്ങളുണ്ട്. സിദ്ധ വൈദ്യമുണ്ട്, നാട്ടു ചികിത്സയുണ്ട്, പ്രകൃതി ചികിത്സയുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ വിഭാഗമുണ്ട് അവിടെ. അപ്പോ ആയുർവേദ ചികിത്സയിൽ പോലും കാന്തമണികൾ കൊണ്ടുള്ള ചികിത്സാ സമ്പ്രദായം നിലവിലിരുന്നു. അവിടുന്ന് ഈജിപ്തിലേക്ക് വന്നാല് ഈ പുരാതന ഈജിപ്തില് കാന്തശിലകൾ കൊണ്ടുള്ള, അവര് കാന്തശിലകൾ എന്നാണ് പറയുന്നത്, കാന്തശിലകൾ കൊണ്ടുള്ള ചികിത്സാ സമ്പ്രദായവും നിലവിലുണ്ടായിരുന്നു. മധ്യകാലഘട്ടം വന്ന അറബ് രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ വൈദ്യന്മാരും ഈ കാന്ത ചികിത്സ നടത്തിയിരുന്നു. യൂറോപ്പിലാണെങ്കിൽ അൽക്കമി പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ കാന്ത ചികിത്സ നടത്തിയിരുന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അവിടെ നടത്തിയിരുന്നു. ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഓടിച്ചു പോവാണ് സമയം പോയതുകൊണ്ട്. 16-ാം നൂറ്റാണ്ടിൽ സ്വീഡിഷ് വൈദ്യനായ പാരാസിൽസസ് കാന്തത്തെ പ്രകൃതിദത്തമായ ഒരു ചികിത്സാ സമ്പ്രദായമായി അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ജീവശക്തി ഒഴുകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രാണൻ, ജീവൻ, നമ്മള് തമാശ രൂപേണ പറയും കാറ്റുപോയി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ജീവശക്തി ഇങ്ങനെ ശരീരത്തിലൂടെ സദാ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാന്തക്ഷേത്രം കൊണ്ട് ഈ ശക്തിയെ സ്വാധീനിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ വില്യം ഗിൽബർട്ട് ആണ് ഭൂമി തന്നെ ഒരു വലിയ കാന്തമാണെന്ന് ആശയം മുന്നോട്ട് വെക്കുകയും അത് പിന്നീട് ശാസ്ത്രലോകം അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ കാന്തം എന്ന് പറയുന്നതിന് വലിയ അംഗീകാരം ലഭിക്കുകയും കാന്ത ക്ഷേത്രത്തിനുള്ളിൽ ഒരുമാതിരിയുള്ള നമ്മുടെ മനുഷ്യ ശരീരം, നമ്മുടെ ശരീരത്തിലെ ധാതുക്കളുണ്ട്, ലവണങ്ങളുണ്ട്. ധാതുക്കളിൽ പലതും കാന്തക്ഷേത്രത്തിൽ എത്തപ്പെട്ടാൽ അത് സ്വാധീനിക്കപ്പെടും എന്ന് കണ്ടെത്തുകയും ശാസ്ത്രലോകം അത് ഒരു പരിധിവരെ ഇപ്പോ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രം വളർന്നതോടുകൂടി ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങളെ മാറ്റി നിർത്തപ്പെടുകയും ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന മരുന്നുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ രോഗത്തെ ഇല്ലാതാക്കുന്ന, അതേ തടഞ്ഞു നിർത്തുന്നത് എന്ന് വരുത്തുകയും ചെയ്തു. ഇത് ഒരു വലിയൊരു ലോബിയുടെ ഒരു പ്രവർത്തനമാണ്. അതിലൂടെ നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ആധുനിക വൈദ്യ ചികിത്സാ രംഗത്ത് അത് ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വ്യവസായമായി മാറിയിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. 18-19 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിലെ ആൻമെറ്റൽ മെസ്മർ അനിമൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ട് ഒരു സിദ്ധാന്തം മുമ്പോട്ട് വെച്ചു. ഇതിനകത്തും അദ്ദേഹം പറഞ്ഞത് മനുഷ്യന്റെയും ജന്തുക്കളുടെയും ശരീരത്തിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കാൻ കാന്തശക്തിക്ക് കഴിയും എന്നാണ്. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും അമേരിക്കയിലും ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആൾക്കാര് ആഭരണങ്ങൾ
അതായത് കഴുത്തിൽ കെട്ടുന്ന മണി, അതുപോലെ റിസ്റ്റ് ബാൻഡ്, കാൽത്തള, തോൾവള, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആഭരണങ്ങൾ കാന്തം കൊണ്ട് ഉണ്ടാക്കുകയും അത് ധരിക്കുകയും ചെയ്തിരുന്നു. ഇതിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് കാന്ത ചികിത്സയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ്. കാന്തത്തിന് മനുഷ്യ ശരീരത്തെയും ജന്തുക്കളുടെ ശരീരത്തെയും സ്വാധീനിക്കാൻ കഴിയുമെന്നും അതിന്റെ പ്രവർത്തനത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ കഴിയുമെന്നും അതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും പരക്കെ അംഗീകരിക്കപ്പെട്ടു. ആ അംഗീകാരമാണ് യഥാർത്ഥത്തിൽ WHO തന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മൾ മരുന്ന് പ്രയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളായ ആയുർവേദം, ഹോമിയോ, യൂനാനി തുടങ്ങിയുള്ള ചികിത്സകളും മരുന്നിന്റെ പ്രയോഗമില്ലാതെ തന്നെ, ഔഷധത്തിന്റെ പ്രയോഗമില്ലാതെ തന്നെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളായ അക്യുപഞ്ചർ, അക്യുപ്രഷർ, സുജോക്ക്, ജെൻഷിൻഡോ, അതിന്റെ തന്നെ വകഭേദങ്ങളായ സോണോളജി, റിഫ്ലക്സോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പിന്നെ അതില് വിഭാഗങ്ങളുണ്ട്, അവാന്തര വിഭാഗങ്ങളുണ്ട്. അത് ചികിത്സ ഏത് രീതിയിൽ ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകളെല്ലാം വന്നിട്ടുള്ളത്. അങ്ങനെയുള്ളത് ഇപ്പൊ ടച്ച് തെറാപ്പി, റേക്കി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചികിത്സകളെ എല്ലാം അംഗീകരിക്കപ്പെട്ടത് ഈ സമാന്തര ചികിത്സ എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ആയുർവേദത്തിന്റെ നാടായ നമ്മുടെ ഭാരതത്തിലും ഇപ്പോ ആയുഷ് മന്ത്രാലയം എന്ന് പറഞ്ഞ ഇത്തരം ചികിത്സകളെല്ലാം, അലോപ്പതി ഒഴികെയുള്ള എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെയും കൂടി ഒരു വകുപ്പിന് കീഴിൽ കൊണ്ടുവരികയും ആയുഷ് മന്ത്രാലയം എന്ന ഒരു വകുപ്പ് രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ എന്താണ് ഈ മാഗ്നറ്റിക് തെറാപ്പി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരം എപ്പോഴും വൈദ്യുത കാന്തിക ശക്തി വഹിക്കുന്ന ഒന്നാണ് എന്നാണ്. കാന്തിക വൈദ്യുത ശക്തി പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കാനാവുക. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിന് കോട്ടം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ സുഗമമായുള്ള പ്രവർത്തനം നഷ്ടപ്പെടുകയും അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ഏതെങ്കിലും ഭാഗങ്ങൾ ശക്തിയില്ലാതെ ക്ഷയിച്ചു പോവുകയോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യും. ഈ വരുന്ന പ്രശ്നം എന്ന് പറയുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. തടസ്സങ്ങൾ കൊണ്ടുണ്ടാകുന്നത് എന്ന് പറഞ്ഞ ശരിയായ രീതിയിൽ ഈ ശക്തിക്ക് ഒഴുകാൻ കഴിയാതെ വരികയും തലച്ചോറിൽ നിന്നുള്ള ആജ്ഞകൾ, മെസ്സേജുകൾ കൃത്യസമയത്ത് കൃത്യമായി ഓരോ അവയവങ്ങളിലും എത്തേണ്ട സമയത്ത് എത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നതോടുകൂടിയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്, പ്രത്യേകിച്ച് പാരാലിസിസ് ഉണ്ടാവുന്നത്. അതാണ് നമ്മുടെ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു ഭാഗം, ചില അവയവങ്ങൾ തളർന്നു പോകുന്നത്, അതിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. ശരീരത്തിന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം നടക്കണമെങ്കിൽ എപ്പോഴും ഈ വൈറ്റൽ എനർജി, നമ്മൾ പറയുന്ന ജീവൻ, നമ്മൾ പറയുന്ന പ്രാണൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സത്ത്, ശരീരത്തിൽ ഒഴുകുന്ന സത്ത്, അതാണ് ചത്തുപോയി എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത് തന്നെ അതാണ്. അപ്പൊ സത്തിന്റെ ആ ഒഴുക്ക്, ആ എനർജി എപ്പോഴും ഒരേ രീതിയിൽ പ്രവഹിച്ചുകൊണ്ടേയിരിക്കാൻ കഴിയുന്ന തരത്തിൽ ശരീരത്തെ സംരക്ഷിക്കലാണ്, സൂക്ഷിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ആരോഗ്യം നിലനിർത്താൻ നമ്മൾ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പലപ്പോഴും ആഹാരം, നേരത്തെ ഹിപ്പോക്രാറ്റസ് പറഞ്ഞ കാര്യം സൂചിപ്പിച്ചു, ആഹാരമാണ് ഔഷധം, അല്ലെങ്കിൽ ഔഷധം തന്നെയാണ് നിന്റെ ആഹാരം എന്ന് പറയാം. നമുക്കറിയാം, നമ്മൾ ചികിത്സിക്കുമ്പോൾ, നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ആഹാരം കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ വായിലൂടെ ഇട്ട്
നമ്മൾ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അത് ദഹനേന്ദ്രിയ വ്യവസ്ഥയിലൂടെ തന്നെ കടന്നിട്ടാണ് ഈ ഔഷധവും നമ്മുടെ ശരീരത്ത് ഫലപ്രദമായി പ്രയോഗിക്കപ്പെടുന്നത്. അപ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ ഊർജിതമാക്കി നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നാണ്. അതിന് മാഗ്നറ്റിക് തെറാപ്പി നല്ല ഒരു കാര്യമാണ്. സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ, അതായത് ആ മരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട്, നമുക്ക് പറയാം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മരുന്ന് റിയാക്ഷൻ ഉള്ളതാണ്, സൈഡ് എഫക്ട്സ് ഉള്ളതാണ് എന്ന് പറയാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് അലോപ്പതി മരുന്നുകളാണ്. അവയെല്ലാം രാസപദാർത്ഥങ്ങൾ കൊണ്ടാണ് ഈ അലോപ്പതി മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ചിലതിൽ മാത്രമേ ഉള്ളൂ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ എന്ന് പറയുന്നത്, പ്രകൃതിദത്തമായ ചേരുവ കൂടി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാറുണ്ട് പരസ്യത്തിലൂടെ. എന്നാൽ ആയുർവേദം, ഹോമിയോ തുടങ്ങിയിട്ടുള്ള മരുന്നുകൾ അങ്ങനെയല്ല. അത് കൂടുതലും പ്രകൃതിദത്തമായ വിഭവങ്ങളിൽ നിന്ന് നമ്മുടെ മനുഷ്യ ശരീരം സ്വീകരിക്കുന്ന ഘടകങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഈ ബയോട്ടോറിയം പോലും പ്രകൃതിദത്തമായ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളതാണ് നമ്മുടെ മോർ പവർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോ എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രവും ശാസ്ത്രലോകവും ഇത്തരം ഉൽപ്പന്നങ്ങളെ മെഡിസിനായി പോലും അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാസവസ്തുക്കളില്ല. അതുകൊണ്ട് തന്നെ രാസപരിശോധന നടത്തിയിട്ട് ഈ റിസൾട്ടുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ ആയുർവേദം ഉൾപ്പെടെയുള്ള ചികിത്സാ സമ്പ്രദായത്തെ ഒരു പ്രധാന ചികിത്സാ സമ്പ്രദായമായി അംഗീകരിക്കാത്തത്. ഇനി നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പി എന്താണ് നമ്മുടെ സംഭവിക്കുന്നത് എന്നാണ്. ഒന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആവശ്യത്തിനുള്ള ജലവും ആവശ്യത്തിനുള്ള ഓക്സിജനും നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ നിന്ന് ലഭ്യമാകുന്ന എൻസൈമുകളും എല്ലാ കോശങ്ങളിലും കൃത്യമായ അളവിൽ കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ആരോഗ്യം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായ ഒരേ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിന് കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. ഇതിന് കഴിയാതെ വരുന്നതാണ് തടസ്സം എന്ന് പറയുന്നത്. ഈ തടസ്സത്തെ മാറ്റിയാൽ നമ്മുടെ ശരീരം പഴയതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇതിന്റെ ചികിത്സയാണ് ഈ തടസ്സം എന്നതാണ് രോഗകാരണമെന്നും അത് മാറ്റിയാൽ ശരീരത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടത്താൻ പറ്റുമെന്നും രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയുമെന്നും ഉള്ള കാഴ്ചപ്പാടിലും നിലപാടിലുമാണ് മറ്റുള്ള ചികിത്സകളെല്ലാം ചെയ്യുന്നത്. ആയുർവേദവും അതുപോലെ ഹോമിയോയും രോഗത്തിന്റെ കാരണങ്ങളെ ചികിത്സിച്ച് രോഗിയെ രോഗവിമുക്തനാക്കുകയും ഔഷധ പ്രയോഗമില്ലാത്ത നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പിയും അക്യുപ്രഷറും അക്യുപഞ്ചറും ടച്ച് തെറാപ്പിയും പ്രാണിക് ഹീലിങ്ങും റെക്കിയും എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് രോഗിയെ ചികിത്സിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞതില് റെക്കി, ടച്ച് തെറാപ്പി, പ്രാണിക് ഹീലിംഗ് ഇതൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ചില ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാത്തവരിൽ ഇത് പ്രയോഗിച്ചാല് ഫലം കിട്ടുകയുമില്ല. വിശ്വാസം എന്നത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മുടെ മനസ്സിന്റെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിശ്വാസം വലിയൊരു ഘടകമാണ്. താൻ പാതി ദൈവം പാതി, താൻ പാതി വൈദ്യൻ പാതി എന്നൊക്കെ പറയുന്നത് തന്നെ ഈ വിശ്വാസത്തെ ആധാരമാക്കിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചികിത്സാ സമ്പ്രദായത്തിലുള്ള കാര്യം. ഇനി മാഗ്നറ്റിസം എന്നത് ഈ കാന്തിക ശക്തി നമ്മുടെ കാന്തിക ക്ഷേത്രത്തിനുള്ളിൽ നമ്മുടെ ശരീരമോ ശരീരത്തിന്റെ ഭാഗമോ എത്തപ്പെട്ടാൽ സ്വാഭാവികമായും നമ്മളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വൈദ്യുത കാന്തിക ശക്തി, ആ പവറിനെ സ്വാധീനിക്കുകയും കാന്തിക ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ആ പവറിനെ കൂടുതൽ ശക്തി പ്രാപിക്കുകയും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ
കാര്യക്ഷമമാക്കുകയും ചെയ്യും. അതിലൂടെ എവിടെങ്കിലുമുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളെ ക്രമേണ അത് ഇല്ലാതാക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകുകയും ചെയ്യും. അതിന് കാരണം ഓക്സിജനും ജലവും എൻസൈമുകളും കോശങ്ങളിലേക്ക് സാധാരണ നിലയിൽ തന്നെ അതേ അളവിൽ തന്നെ അതേ സമയക്രമത്തിൽ തന്നെ എത്തിക്കാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ എവിടെയാണോ നമുക്ക് പ്രശ്നങ്ങളുള്ളത്, ഏത് അവയവത്തിനാണോ പ്രശ്നങ്ങളുള്ളത്, ഏത് അവയവമാണോ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ മന്ദീഭവിച്ച് പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുകയും അതിലൂടെ നമുക്ക് നമ്മുടെ രോഗം ഇല്ലാതാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രവാദമോ അല്ലെങ്കിൽ പറ്റിക്കലോ തട്ടിക്കലോ ഒന്നുമല്ല. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് മാഗ്നറ്റിക് തെറാപ്പിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ജോഗർ പറഞ്ഞതുപോലെ നമുക്ക് വളരെ നല്ല രീതിയിൽ വളരെ കോൺഫിഡന്റോടുകൂടി നമുക്ക് ധൈര്യമായി എവിടെയും ആരോടും ചെന്ന് പറയാം. ഇത് നമ്മൾ വെറുതെ പറഞ്ഞ് വിശ്വസിപ്പിക്കലല്ല, ഫലപ്രദമായി നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് നമുക്കിതിന്റെ ഫലം കൃത്യമായി മറ്റൊരാളെ ബോധ്യപ്പെടുത്താനും കഴിയുന്ന ഒരു തെറാപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എതിരായിട്ട് ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് ഒറ്റയടിക്ക് പറയുന്ന വിവരദോഷികൾ എന്ന് തന്നെ ഞാൻ പറയട്ടെ, അവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്നാൽ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് മനുഷ്യന്റെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ചെറിയ രീതിയിലെങ്കിലും ബോധ്യമുള്ള അറിവുള്ള ഏതൊരാളെയും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് മാഗ്നറ്റിക് തെറാപ്പി. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാഗ്നറ്റിക് തെറാപ്പിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയുമാണ് ഞാനിവിടെ പറയുന്നത്. മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെ, അതായത് ശരീരത്തിന് ആവശ്യമില്ലാത്ത അനാവശ്യ വസ്തുക്കളെ പുറന്തള്ളാൻ നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കും. രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോശങ്ങളുടെ ശരിയായ പ്രവർത്തനം നടക്കും. കോശങ്ങളുടെ ശരിയായ പ്രവർത്തനം നടക്കുന്നതിലൂടെ നമുക്ക് ഏതെങ്കിലും രോഗാവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് കഴിയും. അങ്ങനെ ആന്തരിക അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനം നടക്കും. അതിലൂടെ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം കേട്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് നന്ദി ശശിധര സാറേ. ഞാനിപ്പം മനസ്സിലാക്കിയത്, നമ്മൾ രാവിലെ ഒരു ബയോളജി ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ആയുർവേദം, യുനാനി, ജിംഷിൻഡോ, സുഡോക്ക്, പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് തെറാപ്പികളെ പറ്റി സാറ് സൂചിപ്പിച്ചു. ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുകൂടാതെ ക്രിസ്തു വർഷത്തിന് മുൻപ് 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കാന്ത ചികിത്സ ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പരാമർശിച്ചു. അതുകൂടാതെയാണെന്നുണ്ടെങ്കിൽ ഈ കാന്ത ചികിത്സ ആദ്യമായിട്ട് അതിന് ചികിത്സയിൽ പ്രാബല്യം നേടിയത് ചൈന എന്ന ഒരു വികസിത രാജ്യമാണെന്നുള്ള ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. ഗ്രീസിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഇത് നമ്മുടെ ഭാരതത്തിൽ ഈ ഒരു ചികിത്സാ രീതി ഇന്നാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലോട്ട് വന്നത്. അപ്പം മറ്റു രാജ്യങ്ങളിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു ചികിത്സാ സമ്പ്രദായം നിലവിലുണ്ടെന്നുള്ള കാര്യം സാറ് ഇവിടെ സൂചിപ്പിച്ചു. ഡിയർ ലീഡേഴ്സ്, ഞാൻ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയത്, ആധുനിക വൈദ്യശാസ്ത്രവും ഇപ്പോഴുള്ള
മരുന്ന് ലോബികളുടെ വലിയൊരു കടന്നുകയറ്റം നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് മുന്നേറിക്കൊണ്ടിരിക്കണം. നാം ഓരോരുത്തരും വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിധി വരെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം 100% നമ്മൾ ഈ കുറഞ്ഞ ഒരു 3.5 വർഷം അല്ലെങ്കിൽ 4 വർഷത്തിനുള്ളിൽ മനോജ് സാറിന്റെ ലീഡിങ്ങിലുള്ള നമ്മുടെ ടീം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും പൂർവാധിക ശക്തിയോടുകൂടി ഏറ്റെടുക്കുക. സാറ് പറഞ്ഞ ഒരു കാര്യം ഒരു വാക്ക് കടമെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മരുന്ന് അല്ല, വിശ്വാസമാണ് പ്രധാനം. താൻ പാതി ദൈവം പാതി, താൻ പാതി വൈദ്യൻ പാതി എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ നമ്മൾക്ക് സെക്ഷൻ കൈകാര്യം ചെയ്തെന്ന ശശിധരൻ സാറിന്റെ ഒരുപാട് ജ്ഞാനം ഉള്ളൊരു വ്യക്തിത്വമാണെന്ന് ഇന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമ്മളുടെ ഈ സൂമിലുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സാറിന്റെ വീണ്ടും ഒരു ക്ലാസ്സിന് വേണ്ടി നമ്മളുടെ ബയോട്ടേറിയ എല്ലാ ലീഡേഴ്സിനും ബിസിനസ് പാർട്ട്നേഴ്സിനും അത് ഒരുപാട് അറിവുകൾ കിട്ടുന്നതിനും എല്ലാത്തിനും ഉപകാരപ്പെടും. അപ്പൊ സാറ് വീണ്ടും ഒരുപാട് അറിവുകളായിട്ട് വരണമെന്ന് ഞാൻ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ ഈ സൂം വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു തങ്കമണി മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശശിധരൻ സാറാണ് സംസാരിച്ചത്. അദ്ദേഹത്തെ അടുത്ത് ഇടപഴകാനും പരിചയപ്പെടാനും സാധിച്ചിട്ടില്ല. എന്നാൽ ഒരു മാസം മുമ്പ് എറണാകുളം നടന്ന ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം എത്തുകയുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹത്തിന് പെട്ടെന്ന് പോകേണ്ടി വന്നു. പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അപ്പൊ പോകുന്ന സമയത്ത് വന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എവിടെയാണ്, എന്തൊക്കെയാണെന്ന് ചെറുതായിട്ട് ചോദിച്ചു. അപ്പൊ മറ്റുള്ള ലീഡേഴ്സ് പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് എന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി. അഭിലാഷ് സാറും തങ്കമണി മാമും ഒക്കെ അവരുടെ ടീമിലാണ് സാറ് വരുന്നത്. എന്തായാലും ആ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച്, തൊടുപുഴ, ഇടുക്കി കേന്ദ്രീകരിച്ച് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ ശശിധരൻ സാറ്. അദ്ദേഹത്തെ കുറിച്ച് കൂടെ സൂചിപ്പിച്ചു. റിട്ടയേർഡ് ഗസറ്റഡ് ഓഫീസറാണ്, നല്ലൊരു ചാരിറ്റി പ്രവർത്തകനാണ്. അതോടൊപ്പം സൈക്കോളജിയിലും മാഗ്നറ്റിസത്തിലുമൊക്കെ അറിവ് നേടിയ, പാണ്ഡിത്യം നേടിയ നല്ലൊരു മനുഷ്യത്വത്തിന്റെ, വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം. മാഗ്നറ്റിസത്തിനെ കുറിച്ചുള്ള അറിവ് അദ്ദേഹം ഇവിടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. മാഗ്നറ്റിസത്തിന്റെ ആവിർഭാവം എവിടെയാണ് ഇതിന്റെ തുടക്കം, ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടം മുതൽ ലോകരാജ്യങ്ങളിലെ പല രാജ്യങ്ങളും ഇതിനെ പല ഉപകരണങ്ങളായിട്ട്, മാലയായും വളയായും പൊട്ടായും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊരു മാസ്മരിക ശക്തി ഉണ്ടെന്ന് ചരിത്രാതീത കാലം മുതൽ തന്നെ തെളിയിച്ച ഈ മാഗ്നറ്റിസത്തിനെ കുറിച്ചുള്ള നാൾവഴികൾ അദ്ദേഹം ഇവിടെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. പിന്നീട് ഇങ്ങോട്ട് പുതിയ കാലം മാറിയപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇതിനെ അംഗീകരിക്കുകയും ഇന്ത്യയിൽ ആയുഷ് മിനിസ്ട്രി, നമുക്കറിയാം അലോപ്പതി ഒഴികെയുള്ള ബാക്കി ആയുഷ് മിനിസ്ട്രികൾക്കെല്ലാം തന്നെ ഇതിനെ അംഗീകരിക്കേണ്ടിയും വന്നു എന്നുള്ളതാണ്. കാരണം ഇതൊരു റിയൽ സയൻസ് ആണ്. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ബാക്കിയുള്ള തെറാപ്പികളെല്ലാം തുടങ്ങുന്നത്. കാരണം ഭൂമിയും ജീവജാലങ്ങളും മനുഷ്യനും സൂര്യനും വെള്ളവും പ്രകൃതി ശക്തിയും ഒക്കെ ചേർന്നാണ് ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് ഒരിക്കലും നമുക്ക് മാഗ്നറ്റിസത്തെ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കില്ല. ഇവിടുന്നാണ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഇന്ന് കാണപ്പെടുന്ന മറ്റ് എല്ലാ ചികിത്സാ രീതികളും തുടങ്ങുന്നത്. ഇന്ന് മോഡേൺ സയൻസിലേക്കാണ് നമ്മൾ കൂടുതൽ ചികിത്സിക്കാൻ വേണ്ടി ആളുകൾ മാറുന്നതെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള എലിമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് തന്നെയാണ് മനുഷ്യ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇപ്പൊ നമുക്കറിയാം, പുതിയ കാലഘട്ടം മാറിയപ്പോ ഇതുപോലുള്ള തിയറികളെ അംഗീകരിക്കാത്ത രീതിയിലേക്കുള്ള ചികിത്സാ സംവിധാനങ്ങൾ പലതും വന്നപ്പോഴും, എത്രയോ പരിഷ്കരിച്ചപ്പോഴും, എത്രയോ ശാസ്ത്രീയമായിട്ട് വളർന്നപ്പോഴും പല ചികിത്സാ രീതികൾക്കും മാറ്റാൻ പറ്റാത്ത പല രോഗങ്ങളെയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാഗ്നറ്റിസത്തിലൂടെ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് നമ്മുടെ കമ്പനിയും ഈ ബയോട്ടോറിയവും മാർക്കറ്റ് ചെയ്യുന്നതെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. എന്തായാലും വളരെ നല്ല രീതിയിൽ
ശശിധരൻ സാർ ഇവിടെ മാഗ്നറ്റിസത്തിന്റെ ആവിർഭാവവും ഉത്ഭവവും അതിന്റെ പരിണാമവും അതിന്റെ വളർച്ചയും എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്തുള്ള ക്ലാസ്സുകളിൽ അദ്ദേഹത്തിന്റെ വലിയ അനുഭവ സമ്പത്ത്, അറിവ് നമ്മുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കൈമുതലായിരിക്കും. മുന്നോട്ടുള്ള വളർച്ചയിൽ അദ്ദേഹത്തിന്റെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ തങ്ങളുടെ ഈ അറിവ് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചതിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നന്ദിയും ബഹുമാനവും സ്നേഹവും ആദരവും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇതിൽ താരം അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, വിശ്വാസം. അല്ലെ, വിശ്വാസമാണ് എല്ലാം എന്ന് പറയുന്നത്. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. അല്ലെ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. അല്ലെ, അതാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത്. അപ്പൊ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുകയാണ് നമ്മൾ. എനിക്കിത് സാധിക്കും, ഞാൻ ചെയ്യും, ഞാൻ വിജയിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമ്മളെ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് നയിക്കുന്നത്. വിശ്വാസമില്ലാത്ത ആൾക്ക് ജീവിതത്തിൽ പോലും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസത്തോടു കൂടി ഈ പ്രൊഡക്റ്റ് ഏറ്റെടുക്കുകയും അതുപോലെ വിശ്വാസത്തോടു കൂടി ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയും അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുകയും ചെയ്താൽ നമുക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് ഡയറക്ട് സെല്ലിംഗിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ തന്നെ നമ്പർ 1 കമ്പനിയായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ഈ ബയോട്ടോറിയത്തിന്. ഒരു സംശയവും വേണ്ട. അതുപോലുള്ള റിസൾട്ടുകളാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് വഴി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള സാമ്പത്തിക ബെനിഫിറ്റ് ഇല്ലേ. നമുക്കറിയാം, നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഇല്ലേ, ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, അല്ലെ, മെന്റൽ ഹെൽത്ത് മാത്രമല്ല, പിന്നെയോ ഫിസിക്കലി, മെന്റലി, എക്കണോമിക്കലി, സോഷ്യലി, അല്ലെ, സ്പിരിച്വലി, ഇതെല്ലാം കൂടിയുള്ള ഒരു വലിയ ഒരു സമൃദ്ധിയിലേക്ക് നമ്മുടെ സമൂഹത്തിനെ നമുക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി സാധിക്കുന്ന വലിയൊരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ള തിരിച്ചറിവ്. നമുക്ക് കൂടുതൽ വിശ്വാസം ജനിപ്പിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മൾ ചിന്തിച്ചതിന് അപ്പുറത്തേക്ക് വലിയൊരു മാറ്റം നമുക്ക് ഈ സമൂഹത്തിൽ നേടിക്കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടിയിട്ട് എല്ലാവരും ഇതിനകത്ത് നിൽക്കുക. നമുക്കറിയാം, ഈ സുപ്രഭാതത്തിൽ വരുന്നവരെല്ലാം പൂർണ്ണമായും ഇതിനകത്ത് വിശ്വസിച്ച് നിൽക്കുന്നവർ തന്നെയാണ്. എന്ത് കോളിളക്കം വന്നാലും ഇല്ലേ, മഴയും ഇരുട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കാറ്റൊക്കെ വരും ഇല്ലേ, ചില ചലനങ്ങളൊക്കെ ഉണ്ടാകും, ഇരുട്ടുകൾ വരും ഇല്ലേ. ഇരുട്ട് വരുന്നത് പ്രകാശം വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, രാത്രി ഉണ്ടാകുന്നത് വെളിച്ചം വരാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ. രാത്രിയിൽ പിന്നെ പകലിന് വെളിച്ചത്തിന് പ്രാധാന്യമുണ്ടോ? അപ്പൊ രാത്രിയും പകലും മാറി മാറി വരും, സുഖവും ദുഃഖവും ജീവിതത്തിൽ മാറി മാറി വരും. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പോഴും നമ്മൾ ഈ കോൺസെപ്റ്റിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ തിയറിയിൽ വിശ്വസിച്ചുകൊണ്ട്, ടീമിൽ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളുടെ ലീഡേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ കമ്പനിയിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ പ്ലാനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ എപ്പോഴും പറയും പോലെ ഒരു ആരോഗ്യ കേരളം, ഒരു നല്ല സമൃദ്ധമായ കേരളം അല്ലെ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 5 എലിമെന്റ്സും അടങ്ങുന്ന സാമ്പത്തികമായും ആരോഗ്യപരമായും ഉള്ളത് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്നായി പോരാടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രോഗ്രാം സെന്ററുകളിലേക്ക് സജീവമാകുക. അതേപോലെ തന്നെ എല്ലാവരും പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ഇനിയുള്ള സമയങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് സമയം, ടൈം പ്ലസ് എനർജിയാണ് നമുക്ക് മണിയായിട്ട് മാറുക എന്നുള്ളതാണ്. പണം ആവശ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം സമയം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആരാണോ കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ ടൈം ഉപയോഗിക്കുന്നത് അവർക്കാണ് പണം വരുള്ളൂ. വെറുതെ എനർജി ചെലവാക്കിയോണ്ട് കാര്യമില്ല അല്ലെ. എനർജി പ്ലസ് ടൈം, അത് കൃത്യമായ ഒരു ചേരുവയിൽ നിങ്ങൾ ചെലവാക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് പണം എത്തുകയുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് വലിയ അറിവുണ്ട്, എല്ലാം അറിയാം, പക്ഷെ നമ്മൾ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഡയറക്ട് സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരിൽ വിശ്വാസം ജനിപ്പിക്കാനും അവരെ കൂടെ ചേർത്ത് പിടിച്ചു നിർത്താനും നമ്മൾ ചെറിയ രീതിയിൽ ശ്രമിച്ചാൽ നമുക്കറിയാം അല്ലെ. പവർ ഓഫ് 2 ആണ് നമ്മൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വെറും 2 ചാനലിലൂടെ വലിയൊരു എന്താ പറയാ, നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന വലിയൊരു അവസരമാണ് നമുക്ക് നമ്മുടെ ബയോട്ടോറിയം കമ്പനി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആളുകളിലേക്ക് ചെന്നിറങ്ങി സംസാരിക്കുക എന്നുള്ളതാണ്. ആളുകൾ ഇപ്പോൾ കളിയാക്കും, ഇത് തിയറി ഒന്നും അറിയില്ല, ഇതൊക്കെ എന്തോ ഒരു ഉട്ടോപ്യൻ ആശയമാണ് അല്ലെങ്കിൽ പഴയ ആശയമാണ് എന്നുള്ള രീതിയിൽ ആളുകൾ കളിയാക്കും. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, ഒറ്റ കാര്യം നിങ്ങളോട് ചോദിക്കും. ഇപ്പൊ മോഡേൺ സയൻസിന് പോലും വിത്തിൻ സെക്കൻഡ്സ് ഒരു രോഗത്തെ മാറ്റാൻ പറ്റില്ല. പറ്റുമോ?
ഞാനാരും വെല്ലുവിളിക്കാൻ വേണ്ടി പറയുന്നില്ല. മോഡേൺ സയൻസിന് പോലും നമുക്കൊരു രോഗത്തെ വിത്തിൻ സെക്കൻഡ്സോ മിനിറ്റുകളോ കൊണ്ട് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മാഗ്നറ്റോ തെറാപ്പിക്ക് എത്രയോ ആളുകൾക്കില്ലേ വിത്തിൻ സെക്കൻഡ്സ് 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ച തിയറിയാണ് മാഗ്നറ്റിസം തിയറി, മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. എത്രയോ വർഷങ്ങളായിട്ട് കൈ ഇങ്ങനെ പൊക്കാൻ പറ്റാത്ത ആളുകൾ, എല്ലാവരും പലരും വീഡിയോ ഇടാറുണ്ട് ഗ്രൂപ്പുകൾ അല്ലെ. കൈ ചലിപ്പിക്കാൻ പറ്റാത്ത ആളുകൾ, വർഷങ്ങളായിട്ട് കൈ ചലിപ്പിക്കാൻ പറ്റാത്ത ആളുകൾ, കാലുകൾ ചലിപ്പിക്കാൻ പറ്റാത്ത ആളുകൾ, നമ്മൾ വാട്ടർ എനർജി പാഡും ബ്രസ്റ്റ് ബാൻഡും കെട്ടി അല്പം മാഗ്നറ്റൈസ്ഡ് വാട്ടർ കൂടെ കുടിക്കുമ്പോൾ വിത്തിൻ മിനിറ്റ്സ് അല്ലെ 10-15 മിനിറ്റ് കഴിയുമ്പോൾ കൈ ഇങ്ങനെ മുകളിലേക്ക് പൊക്കുന്നതായിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത്രയും മിറാക്കിളായിട്ടുള്ള അത്രയും അത്ഭുതകരമായ റിസൾട്ട് കിട്ടുന്ന ഈ അവസരത്തെ നമ്മൾക്ക് എന്തുകൊണ്ട് ഷെയർ ചെയ്തുകൂടാ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഇത് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 20-ാം തീയതി നമ്മൾ കൊട്ടാരക്കര മെഗാ BOP വെച്ചിട്ടുണ്ട്. അത് കോമൺ BOP ആണ്. എല്ലാവർക്കും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. മിനീഷ് സാറാണ് അവിടെ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നത്. രാവിലെ 10 മണിക്ക് തന്നെ പ്രോഗ്രാം ആരംഭിക്കും. ഉച്ചവരെയുള്ള പ്രോഗ്രാമാണ്. അവിടെ വരുന്നവർക്കെല്ലാം ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ വരുന്ന ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അവര് അതുവഴി അവിടുത്തെ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം 23-ാം തീയതി വ്യാഴാഴ്ച എറണാകുളത്ത് നമ്മുടെ രമേശൻ സാറിന്റെ ന്യൂറോ പാത്വേ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മെഗാ സെമിനാർ നടക്കുകയാണ് 23-ാം തീയതി വ്യാഴാഴ്ച. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ടീമുമായിട്ട് അവിടെ പങ്കെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നേരത്തെ ബുക്ക് ചെയ്യണം. അവിടെ ലിമിറ്റഡ് സീറ്റേ ഉണ്ടാവുള്ളൂ. അവിടെ ആ സമയത്ത് ഓടി വന്നാലും സീറ്റ് കിട്ടത്തില്ല. നേരത്തെ ബുക്ക് ചെയ്യുക. അതുകൊണ്ട് അതിന്റെ പിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് പുതിയ പുതിയ അറിവുകൾ നേടുമ്പോഴാണ്, നമുക്ക് നോളജ് വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, നമുക്കൊരു പവർ ഉണ്ടാകുന്നതാണ് അല്ലെ. അവിടെയാണ് നമുക്ക് ഒരു ആവേശം ജനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ അറിവും ആവേശവുമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുക. അതുകൊണ്ട് 23-ാം തീയതി വ്യാഴാഴ്ച എറണാകുളത്ത് വെച്ച് നടക്കുന്ന രമേശൻ സാറിന്റെ പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പേരെ പങ്കെടുപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് കോഴിക്കോട് വെച്ച് പ്രോഗ്രാം കണ്ണൂർ വെച്ച് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം നമ്മൾ നടത്തിയിരുന്നു. വടകര വെച്ചിട്ടൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. മധ്യ കേരളത്തിൽ ആദ്യത്തെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇനി പെട്ടെന്ന് അവസരം കിട്ടില്ല. എന്താ തിരക്കുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സീമോർ പീപ്പിൾ സീമോർ പീപ്പിൾ സീമോർ പീപ്പിൾ, ഇതാണ് നമ്മുടെ വിജയമന്ത്രം. വിജയമന്ത്രം എന്ന് പറയുന്നത് ആളുകളെ കാണുക എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ ആളുകളെ കാണാനും അവർക്ക് നമ്മുടെ ഈ കോൺസെപ്റ്റ് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള ഊർജവും ശക്തിയും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഇവേട്ടോറി.